കോൺഗ്രസിൽ വീണ്ടും തമ്മിലടി. കാസർകോട്ട് ഏറെ നാളായി തുടരുന്ന ശീതസമരമാണ് പരസ്യ വിമർശനത്തിലേക്കും പുറത്താക്കലുകളിലേക്കും എത്തിയിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് നടപടി. 4 മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവർക്കെതിരെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. കോൺഗ്രസ് നിയോഗിച്ച 2 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേതാക്കൾ പരസ്യമായി അപമാനിച്ചുവെന്നാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിവാഹ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തത് ഗുരുതര തെറ്റാണ്, പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകി. ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ നേതൃത്വം അവഗണിക്കുന്നതായും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്നും അന്വേഷണ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. പ്രതിമാസം ജില്ലാ നേതാക്കൾ രക്തസാക്ഷികളുടെ വീട് സന്ദർശിക്കണം. രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ KPCC നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. അതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തി പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. നടപടി ഏകപക്ഷീയമാണെന്ന് ബാലകൃഷ്ണൻ പെരിയ ആരോപിച്ചു. കല്യാണത്തിൽ പങ്കെടുത്തതിൽ ജാഗ്രത കുറവില്ല, നടപടി ഏകപക്ഷീയമാണ്, രാഷ്ട്രീയം കലരാത്ത ചടങ്ങിൽ പങ്കെടുത്തതിനാണ് പുറത്താക്കിയത്. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചടങ്ങിലുണ്ടായിരുന്നു. പുറത്താക്കൽ തീരുമാനത്തിന് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താനോടുള്ള ഭയമാണെന്നും ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ ജില്ലയിലെ കോൺഗ്രസിനെ തകർത്തു. മതപരമായ സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കാനാണ് ഉണ്ണിത്താൻ ശ്രമിച്ചത്. ഇതിനായി നെറ്റിയിലെ കുരി മായ്ച്ചു. ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്നു മുതൽ ആരംഭിക്കുന്നു. DCC പ്രസിഡന്റ് PK ഫൈസലും എനിക്കെതിരെ പ്രവർത്തിച്ചു. എല്ലാ പാർട്ടിയിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ട്, എന്നാൽ കോൺഗ്രസ് വിട്ടുപോകില്ല, ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതായിരുന്നു വിവാദമായത്. കല്യാണത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ് കാസർകോട്ടെ പ്രശ്നങ്ങൾ.